നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് മനു എന്നാണ്. മനു മനുഷ്യജാതി എന്നാണ് ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. കാരണം ചെറുപ്പം മുതൽ ഏകദേശം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ സമയമാകുമ്പോൾ തൊട്ടിട്ട് നമുക്കൊരു വിശ്വാസങ്ങളിൽ നിന്നൊക്കെ ഞാൻ പുറത്ത് കടന്നിട്ടുണ്ട്. അപ്പം അതുവരെ വിശ്വാസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. എന്നാലും വളരെ ഒരു 4ാം ക്ലാസ് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ലോജിക്കലി ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 7ാം ക്ലാസ് ആയോട് കൂടിയിട്ട് പരമാവധി ഈ വിശ്വാസം, ദൈവവിശ്വാസം, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഞാൻ ഇതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി പരിപൂർണമായിട്ടൊരു 2001 ആ ഒരു കാലഘട്ടത്തിൽ പരിപൂർണമായിട്ടൊരു യുക്തിവാദി ആ ഒരു തലത്തിലേക്ക് ഞാൻ മാറി. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. LICയിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ, അതായത് ഒരു 2014 ഈ 2014 കാലഘട്ടത്തിലാണ് ഞാനൊരു മതമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ആരംഭിക്കുന്നത്. മതമില്ലാത്ത ജീവിതങ്ങൾ. അപ്പോൾ ഈ മതമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഒരു ആശയം എന്ന് പറയുമ്പോൾ ഈ ജാതി മതം നോക്കാതെ വിവാഹം കഴിച്ച ആളുകൾ, ഞാൻ തുടങ്ങുന്ന സമയത്ത് അത് ഇൻ്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിച്ച ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാനത് ആദ്യം ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഒരേ മതമാണ്, 2 വ്യത്യസ്ത ജാതിയാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിച്ചത്, അങ്ങനത്തെ ആളുകളെ ഉൾക്കൊള്ളിക്കില്ല എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത്. 2 വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കൂട്ടായ്മ ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ അതിൽ സ്റ്റോറി ഷെയർ ചെയ്തിട്ട് കൂട്ടത്തിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അബ്ദുൽ കലാമേട്ടനും ശാന്താകുമാരി വെച്ചും. അപ്പോൾ അവരുടെയും മക്കളുടെയൊക്കെ ഒരു പ്രൊഫൈൽ നമ്മൾ മതമില്ലാത്ത ജീവിതങ്ങൾ പേജിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ മകളുടെ, എനിക്ക് തോന്നുന്നത് അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട്, അന്ന് ഫോട്ടോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെക്കുലർ മാട്രിമോണി ആരംഭിച്ച സമയത്തൊരു ഫോട്ടോ ഇല്ലാതൊരു പോസ്റ്റൊക്കെ ആ സമയത്ത് ഇട്ടിരുന്നു. പിന്നെ ഇതുവഴി വിവാഹം റെഡി ആയില്ല ആൾക്ക്, മകൾക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മളുടെ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ 2014 മെയ് മാസത്തിലാണ് മതമില്ലാത്ത ജീവിതങ്ങൾ കൂട്ടായ്മ തുടങ്ങുന്നത്. പിന്നീട് അതിൻ്റെ ഒരു ഇത് നമ്മൾ സെക്കുലറായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും, അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പിന്നീട് അതിൻ്റെ ഒരു പോളിസി ചേഞ്ച് ചെയ്യാനുണ്ടായത്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ നമ്മൾ വഴി വിവാഹം നടന്നവരല്ല കേട്ടോ അത്. അതായത് ഈ ലോകത്ത് മൊത്തമുള്ള ആളുകൾ, അത് ഇൻ്റർനാഷണലാവാം, നാഷണലാവാം, അതിൽ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ സിനിമാ നടന്മാരൊക്കെ നമ്മൾ ഇട്ടുണ്ട്. അതായത് അവർ ഇൻ്റർറിലീജിയസ് ആയിട്ട് മാരേജ് കഴിച്ച ആളുകളുടെയൊക്കെ പ്രൊഫൈല്, സ്റ്റോറി ആളുകൾക്ക് എത്തിക്കുക. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അതായത് ജാതി മതം നോക്കാതെ ജീവിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുകയും അത് പല ആളുകൾക്ക് അതൊരു ഊർജ്ജം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ കൂട്ടായ്മ 2014 മെയ്യിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണാണ് നമ്മൾ 2014 ഒക്ടോബർ മാസത്തിൽ സെക്കുലർ മാട്രിമോണി എന്ന് പറഞ്ഞ ഒരു മാട്രിമോണിയൽ സംവിധാനമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ചു നമ്മൾ ഈ മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള പേജിലൂടെ തന്നെ ഈ സാധനത്തിനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ട, അത് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ 2014 ഒക്ടോബറിലാണ്, അതായത് ഇപ്പോൾ 12 വർഷമായി നമ്മൾ സെക്കുലർ മാട്രിമോണി എന്ന് പറഞ്ഞ കൂട്ടായ്മ ആരംഭിക്കുന്നത്. അത് നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ തികച്ചും ഫ്രീ ആയിട്ടാണ് തുടങ്ങിയത്. കാരണം നമ്മളിതൊരു ബിസിനസ്സായിട്ടൊന്നുമല്ല അതിനെ കണ്ടിരുന്നത്. അതൊരു സോഷ്യൽ കോസാണല്ലോ അത്. ജാതി മത വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പങ്കാളികളെ കണ്ടെത്താനുള്ളൊരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുക എന്നുള്ളതൊരു സോഷ്യൽ ഇടപെടലാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് സെക്കുലർ മാട്രിമോണി എന്നുള്ളൊരു കൂട്ടായ്മ തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയ സമയത്തൊന്നും അതിന് വലിയ റീച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മതമില്ലാത്ത ജീവിതങ്ങൾ അത്യാവശ്യം നല്ല റീച്ച് ആ ടൈമിലുണ്ടായിരുന്നു. തുടങ്ങിയിട്ട് ഒരു 50 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 10,000 ഫോളോവേഴ്സൊക്കെ മതമില്ലാത്ത ജീവിതങ്ങൾ പേജിനെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു 15,000 ഫോളോവേഴ്സ് 20,000 ഒക്കെ ആയി. സെക്കുലർ മാട്രിമോണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സെക്കുലർ മാട്രിമോണീനെ വിശേഷിപ്പിച്ചത് മതമില്ലാത്ത ജീവിതങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തുടങ്ങുന്ന മാട്രിമോണി എന്നുള്ള രീതിയിലാണ് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പേജിലൊക്കെ അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊരു 10,000 പേര് അത് ഫോളോ ചെയ്തു. പക്ഷേ അപ്പോഴും ഇത് ആക്റ്റീവ് അല്ല. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ പോസ്റ്റുകളൊക്കെ ഇടുന്നത് ഫോട്ടോ ഇല്ലാതൊക്കെയാണ് ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അബ്ദുൽ കലാമേട്ടൻ്റെ അവരുടെയൊക്കെ മോളുടെ പോസ്റ്റൊക്കെ അങ്ങനെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഫോട്ടോ ഒന്നും വെക്കാതെ, പേരും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ.
അവരെ പറ്റിയുള്ള വിശേഷങ്ങളും അവരുടെ വയസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടു. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള റീച്ച് കാര്യങ്ങളൊന്നും ആ ടൈമിൽ കിട്ടിയിരുന്നില്ല. എനിക്ക് തോന്നണത് അന്ന് പോസ്റ്റ് ഇട്ടതിൽ ഒരാൾ മാത്രമാണ്, എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ പലരും കല്യാണം നടന്നിട്ടുണ്ടാവും. കാരണം ഡയറക്റ്റ് നമ്മൾ അവരുടെ നമ്പർ ഇടുകയാണ്, പലരും നമ്മൾ അറിയിക്കുന്നുണ്ടാവില്ല, പലർക്കും അറിയുന്നുണ്ടാവില്ല. അതായത് പലരും ഈ ഒരു പേജ് കാണാതെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് പോസ്റ്റ് ഇട്ടിട്ടുള്ളൊരു അഫ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ആളിതിലൂടെ ഒരു പെൺകുട്ടീനെ കണ്ടെത്തി. അപ്പോൾ അവർ തുടക്കം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ ഏകദേശം ഒരു 10 വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവും അവരുടെ മാരേജ് കഴിഞ്ഞിട്ട്. എൻ്റെ അറിവിൽ അവരാണ് സെക്കുലർ മാട്രിമോണി വഴി വിവാഹം നടന്നിട്ടുള്ള ആദ്യ കപ്പിൾ എന്നാണ് എനിക്ക് തോന്നണത്. കാരണം നമ്മൾ ആ ടൈമിലൊക്കെ അവരുടെ നമ്പർ ഡയറക്റ്റ് ഇടുന്നതുകൊണ്ട് ആരുടെയൊക്കെ നടന്നു എന്നൊന്നും നമുക്കറിയില്ല. അവരാണ് ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ നമ്മൾ അറിയിച്ചത്. ഞങ്ങൾ കുറേ നാൾ തപ്പി നടന്നു, അപ്പോഴൊന്നും ഈ പേജ് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതുവഴിയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോൾ ഞാൻ നോക്കി അന്ന് ഇട്ടുണ്ടോ, അപ്പോൾ തുടക്കത്തിൽ ഇട്ടിട്ടുള്ള പ്രൊഫൈലാണ് ആയിരുന്നു ഈ അഫ്സലിൻ്റെ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഇതുവഴി വിവാഹം നടന്നതെന്നാണ് ഞാൻ വിചാരിക്കണേ. അതിന് ശേഷം നമ്മൾ ഒരു കൊറോണ കാലഘട്ടമൊക്കെ ആയപ്പോൾ ഞാൻ കുറേ നാൾ പിന്നെ അത് ചെയ്യാതെയായി. സെക്കുലർ മാട്രിമോണി ഞാൻ തൊടാതെയൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ ഒരു പോസ്റ്റ് പോലും ഇല്ലാണ്ട് ഒരു കൊറോണ ടൈമിലൊക്കെ നമ്മളുടെ പല ആളുകൾക്കും വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ. അതായത് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഞാൻ ഒരു അധ്യാപകനാണ്, മാത്സ് ട്യൂഷൻ എടുക്കുമായിരുന്നു, വീടുകളിൽ പോയിട്ട് ഹോം ട്യൂഷനായിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കൊറോണ ആയപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു, കാരണം ഒരുത്തലേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഈ സാധനം ഒന്ന് നന്നാക്കി എടുത്താലോ എന്ന് ആലോചിച്ചു, സെക്കുലർ മാട്രിമോണി. അങ്ങനെ ഞാൻ അതിൽ പോസ്റ്റ് ഇടാണ്, നമ്മൾ സെക്കുലർ മാട്രിമോണി വീണ്ടും സജീവമാക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ 5000 ഫോളോവേഴ്സ് മാത്രമാണ് ആ പേജിന് ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു അഞ്ജു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പ്രൊഫൈൽ അവരുടെ അച്ഛൻ, അവർ മലപ്പുറത്ത് ശാസ്ത്രാജ്യ പരിഷത്തിൻ്റെ പ്രവർത്തകരൊക്കെയാണ്, അവരുടെ അച്ഛൻ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫോട്ടോ വെച്ച് ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ മാഷേ? അപ്പോൾ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ഫോട്ടോ വെച്ച് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രൊഫൈലുകൾ ഫോട്ടോ വെച്ചിട്ട് ഇടാൻ തുടങ്ങുകയാണ്. ഫോട്ടോയും അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഫൈൽ ഇടാൻ തുടങ്ങുകയാണ്. പിന്നെ നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്തു, ഇതൊരു ഐഡൻറ്റിറ്റിയുടെ വിഷയമാണ്. അപ്പോൾ ഇനി മുതൽ ഒരാളുടെ പോലും ഫോട്ടോ ഇല്ലാതെ പോസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊട്ടിട്ട് ആളുകൾ പ്രൊഫൈൽ അയച്ചു തരുമ്പോൾ ഫോട്ടോ ഇടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിൽ ഇടുള്ളൂ എന്ന് പറഞ്ഞു. തികച്ച സൗജന്യമാണ്. അവർ പ്രൊഫൈൽ അയച്ചു തരും, നമ്മൾ അവരുടെ നമ്പർ ഇട്ടിട്ട് ഇതിൽ പോസ്റ്റ് ഇടും. ആ രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ പേജ് നല്ല രീതിയിൽ അങ്ങോട്ട് കയറിപ്പോയി. അത് എനിക്ക് തോന്നണതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു 10-25,000 ഫോളോവേഴ്സിലേക്കൊക്കെ എത്തി. പിന്നെ ഇത് 50,000 ആയി. ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ്, എന്നാലും ഒരു 78-80 അത്രയും ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഫേസ്ബുക്ക് പേജിനുണ്ട്. ഇൻസ്റ്റാഗ്രാമും ഏകദേശം അത്രയുണ്ട്. യൂട്യൂബ് ഒരു 1 lakhൻ്റെ അടുത്ത് സബ്സ്ക്രൈബർ ആവാറായി. ആ രീതിയിലേക്ക് അത് വളർന്നു വന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു 8 വർഷത്തോളം നമ്മൾ ഇത് ₹1 പോലും ഫീസും വാങ്ങിയിട്ടില്ല, കമ്മീഷനൊന്നുമില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും പലരും ഞങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇല്ല, നമ്മളിതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല, നമുക്ക് വേണ്ട, പൈസ ഒന്നും വേണ്ട എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു പ്രോബ്ലം വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് കുറച്ച് റീച്ചായി പേജിന്. ഈ റീച്ച് ആയതിനു ശേഷം നമ്മൾ അവരുടെ ഡയറക്റ്റ് നമ്പർ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഒരു 2021 മുതലൊക്കെ അവസാനം ഇട്ട പോസ്റ്റുകൾക്കൊക്കെ ഭയങ്കര റീച്ച് വന്നിട്ട്, അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ അവർക്ക് 3000 കോളൊക്കെയാണ് ആളുകൾക്ക് വരുന്നത്. ഇപ്പോൾ ഒരു മീഡിയ വണ്ണിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഇട്ടു, അവർ പറഞ്ഞ ഒരു 3000-4000 കോളെങ്കിലും മിനിമം അവർക്ക് വന്നിട്ടുണ്ടാവും. അതുപോലെ ഒരു കുറച്ച് ഏജ് എന്ന് പറഞ്ഞാൽ അത്രയല്ല, ഒരു 40 സംതിങ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ 3000 കോളൊക്കെ വന്നു. അപ്പോൾ അവർക്ക് ആ ഫോൺ നമ്പർ വരെ ഉപേക്ഷിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നു. മീൻസ് ആ രീതിയിലേക്ക് ഇത് പോയപ്പോൾ അവരെന്നെ നമ്മളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലൂടെ നടന്നിട്ടുള്ളൊരു മാരേജ്, നമ്മുടെ സാരംഗ് ഗോപാലകൃഷ്ണൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദക്ഷിണ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, അതിൽ കണ്ണകിയുടെ മാരേജ് ഇതുവഴിയാണ് നടന്നത്. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ പ്രൊഫൈൽ അവരുടെ പബ്ലിക്കായിട്ട് അവരുടെ നമ്പർ വെച്ചിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ അവർക്കും ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ, കാരണം അവരാളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് അവർക്കത് വിഷമം തോന്നിയിട്ടില്ല. എന്നാലും അവർക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പം നമ്മളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ആശയം എന്ന് പറയുമ്പോൾ ജാതിമത വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് പങ്കാളികളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ കൂട്ടായ്മയുടെ ആശയം. ഇത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുന്ന സമയത്ത് ഈ പോസ്റ്റ് ഇടുന്ന പെൺകുട്ടികളെ വിളിക്കുന്ന ആളുകൾ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുന്ന ടൈപ്പ് ആളുകൾ വരെ അവരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയും.
അതുപോലെ തന്നെ വെറുതെ നേരം പോക്കിന് വേണ്ടി വിളിച്ചിട്ട് എന്തായി കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കോളുകളൊക്കെയാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മീഡിയ വണ്ണിലുള്ള ഒരു പെൺകുട്ടി ഇട്ടുണ്ടായിരുന്നു എന്ന്. അവർ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് മാരേജ് നോക്കുന്നുള്ളൂ, അതുവരെ സംസാരിച്ച് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞൊരു പോസ്റ്റ്. അതാണ് കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റായിരുന്നു. പിന്നെ കുറേ പേര് ആ ഒരു ഒരേ സ്വഭാവമാണ് പിന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്, അതായത് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാമെന്നുള്ള അതേ വേർഡ് എല്ലാവരും ഏറ്റെടുത്തു. അപ്പോൾ അവർക്കും ഇതുപോലെ ഒരുപാട് കോൾസ് വന്ന് ബുദ്ധിമുട്ടായി. അവർ മാരേജ് വേണ്ട എന്നുള്ളൊരു ഇതിലേക്കൊക്കെ മാനസികാവസ്ഥയിലേക്കൊക്കെ എത്തി, അത്രയും കോളും ഇതൊക്കെ വന്ന് ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം അവർ പറഞ്ഞു നിങ്ങളൊരു സ്റ്റാഫിനെ വെച്ച് മാനേജ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2022 അതായത് 2014 തുടങ്ങിയിട്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു സ്റ്റാഫിനെ വെക്കാൻ തീരുമാനിക്കുകയും അവർക്ക് നമ്മൾ മാന്യമായിട്ട് ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട്. കാരണം മറ്റുള്ള പല മാട്രിമോണിക്കാരും ചെയ്യണ പോലെ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും എൻക്വയറീസൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് അത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നത് വളരെ കുറച്ച് ആളുകളാണ്. നമ്മൾ ചിലപ്പോൾ ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ ഒരാളേക്ക് ആവും സെക്യുലറായിട്ടുള്ള വ്യക്തിനെ കിട്ടുന്നുണ്ടാവുക. ഒരു ട്രാൻസ്ജെൻഡർ ഒരു പെൺകുട്ടിയുടെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു 1000 മെസ്സേജും കോളും വന്നു, ഒരാളേക്ക് പോലും നമ്പർ കൊടുത്തിട്ടില്ല. കാരണം പല ആൾക്കാരും എന്തെങ്കിലും ഒരു അവരെന്നെ വിളിച്ച് സല്ലപിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ 1000 മെസ്സേജ് വന്നാൽ പോലും ഒരാൾക്ക് പോലും നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ അത് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും മെസ്സേജസും കോൾസും വരുന്നതുകൊണ്ട് സ്റ്റാഫിന് നല്ല വർക്കാണ്. ചിലപ്പോൾ അവർക്ക് 24 ആ കിടന്നുറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളവർക്ക് കുഴപ്പമില്ലാത്തൊരു ശമ്പളം കൊടുത്ത് ആളുകളുടെ നിന്ന് നമ്മൾ ഫീസ് വാങ്ങിച്ച് തുടങ്ങി. അപ്പോഴും പല ആൾക്കാരും നമ്മളെ ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇത്രയും നാൾ ഫ്രീ ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ബിസിനസ് ആക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മൾ ഒരു പബ്ലിക് പോസ്റ്റ് ഇട്ടിട്ട് അനുവാദം ചോദിച്ചിട്ടാണ് അത് അങ്ങനെ ആക്കിയത്. അപ്പോൾ ഒരു 2000 കമൻറ്റുകൾ വന്നതിൽ 1-2 കമൻറ്റ് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് വന്നുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത്. കാരണം ഇത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ 2022 മുതൽ ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് നമ്മൾ ഇതെടുക്കാൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ മാരേജ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മീഷൻ തരണം നമ്മൾ ആരോടും പറയാറില്ല. നമ്മൾ സ്റ്റാഫിനെ വെച്ച് അവരെ മാനേജ് ചെയ്യാനും അതുപോലെ നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമ്പത്തിക ചിലവുകൾക്കും വേണ്ടിയിട്ടുള്ള വരുമാനം കണ്ടെത്താനുള്ള ഫീസ് മാത്രമാണ് ആളുകളുടെ ഇത് വാങ്ങുന്നത്. അത് ഇനി ഭാവിയിൽ നമുക്ക് വേറെ തരത്തിൽ വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഫ്രീ ആയിട്ടും നടത്താം എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ അങ്ങനെ ചെയ്യും. അതൊക്കെ നമ്മുടെ ആ സമയത്ത് മാനസികാവസ്ഥ പോലെ ഇരിക്കും. എന്തായാലും ഇത്തരം കൂട്ടായ്മകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണം. അപ്പോൾ എനിക്ക് തോന്നണത് ഞാൻ ഈ സെക്കുലർ മാട്രിമോണി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ വേൾഡിൽ തന്നെ ഇതുപോലെ സെക്കുലർ ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വേറെ ഇല്ല. അതല്ലാതെ ഇപ്പോൾ യുക്തിവാദി സംഘം, മിശ്രവാഹ സംഘത്തിൻ്റെ ചേട്ടൻ ഇവിടെ സംസാരിച്ചു. ഇവരൊക്കെ ഈ മിശ്രവാഹങ്ങളെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓൺലൈനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ സംശയമാണ്. എനിക്കറിയില്ല കേട്ടോ, ഉണ്ടായിരുന്നോ എന്നറിയില്ല. അപ്പം അങ്ങനെ ഓൺലൈൻ ഇതിൽ ആ സമയത്ത് വേറെ കോമ്പറ്റീഷനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. തുടങ്ങിയിട്ടുള്ളൊരു ഇത് നമ്മളുടെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആദ്യ ഒരു സംരംഭം. അത് പിന്നെ അതിനുശേഷം DYFI തുടങ്ങി. നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് DYFI സെക്കുലർ മാരേജ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് തുടങ്ങി. 3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ആരോ ഹാക്ക് ചെയ്തു. പിന്നെ അവരത് മുന്നോട്ട് പോയില്ല. പിന്നെ ആരൊക്കെയോ സെക്കുലർ മാട്രിമോണി എന്നുള്ള പേരിൽ തന്നെ ആരൊക്കെയോ തുടങ്ങി. പക്ഷേ ഇതൊന്നും മുന്നോട്ട് പോയില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ മതമില്ലാത്ത ജീവിതങ്ങൾ കൂട്ടായ്മ നടത്തിയിട്ടായാലും സെക്കുലർ മാട്രിമോണി നടത്തിയിട്ടായാലും എനിക്ക് തന്നെ ഒരുപാട് ഭീഷണികൾ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആരെയും മതം മാറ്റമൊന്നും ചെയ്യണില്ല. ഓൾറെഡി സെക്കുലറായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കൂട്ടിയിണക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക മാത്രമേ ചെയ്യണുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമ്മളെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുക, അതായത് ഒരു കോൾ വന്നിട്ട് അവർ പോലീസിൽ നിന്നാണ് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് പരാതി കിട്ടി, നമ്മൾ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി കിട്ടി. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓൾറെഡി പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നിങ്ങളത് അന്വേഷിച്ച് വന്നോ. പിന്നെ അവർ പോലീസല്ല എന്നൊക്കെ ആദ്യമേ മനസ്സിലായി. പിന്നെ അവർ ഭീഷണി തുടങ്ങി. ആ ടൈമിൽ ഞാൻ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ വിചാരിച്ചോണത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിച്ചോണേ. പിന്നെ നിൻ്റെ അമ്മേനെ ബലാത്സംഗം ചെയ്യും, ഭാര്യേനെ ബലാത്സംഗം ചെയ്യും, ആ രീതിയിലായി സംസാരങ്ങൾ.
പിന്നെ പലരും ഇത് ഫേസ്ബുക്ക് അടച്ചു പൂട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണികളുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഫേസ്ബുക്ക് എന്താ പറയുക, ഇങ്ങനെ പെൺകുട്ടികളുടെ ഫോട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഫോട്ടോ ഇട്ട് നിങ്ങൾ പണം ഉണ്ടാക്കുകയാണ്, അപ്പോൾ ഇതിനെതിരെ പരാതി കൊടുക്കും, ഫേസ്ബുക്കിന് പരാതി കൊടുക്കും, ഇത് അടച്ചു പൂട്ടും. നമ്മൾ നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്തു, കറണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ എന്തെങ്കിലും ഇനി പ്രോബ്ലം ഉണ്ടായാലും അത് നമ്മൾ നിയമപരമായിട്ട് ബാധിക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ അടുത്ത് ഒരു 1 year 2 year ആയിട്ടുള്ളൂ അത് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സാധനം മുന്നോട്ട് പോണത്. എൻ്റെ ഒരു പണ്ടും സെക്കുലർ ഫെസ്റ്റിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു കാര്യം എന്താണെന്നറിയോ, അതായത് ഇപ്പം എൻ്റെ എൻ്റെ നാട്ടിലൊരു കല്യാണം നടന്നപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എനിക്ക്. അതായത് നാട്ടിൽ കല്യാണം നടന്ന സമയത്ത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനു ഇങ്ങനെ RSSൻ്റെ കുറച്ച് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ എന്താ പറയുക എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്, നീ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പൊക്കോളോ, അതിലൊരാൾ ലീക്കാക്കി തന്നാന്ന് പറഞ്ഞിട്ട് CPM-ൻ്റെ അപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ഒരു കൂട്ടായ്മ, അതായത് ഞാനാണ് ഈ മാരേജ് നടത്തി കൊടുക്കണേന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നടന്നപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഭീഷണികൾ, നമ്മളെന്തായാലും ഒരാളും കയ്യും കാലും വെട്ടാനൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളെ ആ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതേ പ്രോബ്ലംസ് ഇത്തരം കൂട്ടായ്മകൾ നടത്തുന്ന ആളുകൾക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, പല ആളുകളും ഇത്തരം കൂട്ടായ്മകൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാൻ പറ്റാതെ അതവിടെ സ്റ്റോപ്പായി പോകാൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സെക്കുലർ മാട്രിമോണി എന്നുള്ള പേരിൽ തന്നെ ആരൊക്കെയോ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മുന്നോട്ട് പോയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ സെക്കുലർ ഫെസ്റ്റിൽ വരുന്ന സമയത്ത് മനുഷ്യ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ ഒരു ടീം നടത്തിയിരുന്നു, അതും ഇപ്പോൾ നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ പല ഇത്തരം സെക്കുലർ മാരേജസിൻ്റെ കൂട്ടായ്മകൾ പിന്നീട് കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 12 വർഷത്തോളമായി. നമുക്ക് ഫിനാൻഷ്യലായിട്ട് വലിയ വരുമാനം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ കൂടി ആശയപരമായിട്ട് ഇതൊരു വിജയമാണെന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഏകദേശം ഒരു 200-നടുത്ത് വിവാഹങ്ങൾ നമ്മൾ സെക്കുലർ മാട്രിമോണി വഴി ഒരു 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. അതിന് മുമ്പ് എത്രത്തോളം നടന്നു എന്ന് നമുക്കറിയില്ല, അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അതിൽ പോസ്റ്റ് ഇട്ട ആളുകളുണ്ട്, അല്ലെങ്കിൽ അതുവഴി മാരേജ് നോക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മതമില്ലാത്ത ജീവിതങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ ഒരു ആഗ്രഹത്തിൽ വരും ഭാവിയിൽ ഈ സെക്കുലർ മാട്രിമോണിയുടെ തന്നെ ആവശ്യകത ഇല്ലാതെ ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരസ്പരം ആളുകൾ പരസ്പരം കണ്ടുമുട്ടി പരസ്പരം അടുത്തറിഞ്ഞ് പ്രേമിച്ച് വിവാഹം കഴിക്കുകയാണ് ശരിക്കും ഈ സമൂഹത്തിന് ആവശ്യം. നമ്മൾ സെക്കുലർ മാട്രിമോണി ആണെങ്കിൽ പോലും അതൊരു തരം ഒരു അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പ് തന്നെയാണെന്നാണ് ഞാൻ പറയണത്. നമ്മൾ ഒരാളെ മാട്രിമോണി വഴി കണ്ടെത്തി, വീട്ടുകാർ സംസാരിച്ചു, അങ്ങനെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉപരി വരും ഭാവിയിലെ ആളുകളെ സ്വന്തമായിട്ട് കണ്ട് സംസാരിച്ച് കുറേ കാലം എടുക്കണം, അങ്ങനെയാണ് ഞാൻ പറയണത്. പെട്ടെന്നൊന്നും മാരേജ് കഴിക്കരുത്. നമ്മളൊരു 1 year മിനിമം സംസാരിച്ച് കുറച്ച് കാലമെങ്കിലും ഒന്ന് ഒരുമിച്ച് ജീവിച്ച് കോമ്പാറ്റബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് തുടർന്ന് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ആ രീതിയിലൊക്കെ ഈ സമൂഹം ഇപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഭാവിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മുന്നോട്ട് വരട്ടെ. പിന്നെ ഈ മാട്രിമോണി നടത്തുമ്പോഴും എനിക്ക് സന്തോഷം വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ചില എന്താ പറയുക മാതാപിതാക്കൾ, വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവർ വിളിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ ഇതുപോലെ മതവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, അപ്പോൾ അവർ എന്താ പറയുക ഈ വിശ്വാസം ഇല്ലാതെയാണ് വിവാഹം കഴിക്കുള്ളൂ എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്, നമുക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാരേജ് നോക്കണം എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ വരെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് പോയിൻ്റായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതായത് മാതാപിതാക്കൾ വിശ്വാസികളാണെങ്കിൽ പോലും മക്കൾക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള ഒരു അവസരം അവർ നൽകുന്നുണ്ട്. ശരിക്കും അത് അവരുടെ അവകാശമാണെങ്കിൽ പോലും മിക്ക മാതാപിതാക്കൾ അത് കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പ്രേമിച്ച് വിവാഹം കഴിക്കുക എന്നതിലുപരി അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പ് ആണെങ്കിൽ പോലും മക്കൾ ജാതി മതം നോക്കാതെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന ഒരു വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ അടക്കമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് പിന്നെ പല ആളുകൾക്കും ഇപ്പോൾ പലരും ഇൻ്റർറിലീജിയസ് മാരേജൊക്കെ കഴിച്ചിട്ടുള്ള ആളുകൾ ആ സമയത്ത് ഇത്തരം ഒരു കൂട്ടായ്മ ഇല്ലാത്തതിൻ്റെ പേരിൽ വിഷമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് ഇതുപോലെ ഒരുപാട് വിവാഹങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്കും ഇതിലൂടെ മാരേജ് കഴിക്കാം എന്നുള്ളൊരു
ഊർജം കൊടുക്കാൻ നമ്മളുടെ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അധികം സമയം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ പിന്നെ ആ ചോദിക്കുന്ന സെഷൻ ഒഴിവാക്കാം. ആർക്കെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കേരള മാട്രിമോണി പിന്നെ ഭാരത് അത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ നടത്തിപ്പുകാരെയൊക്കെ അറിയാം. അപ്പോൾ അവരിലൊക്കെ കൂടുതൽ ഈ പിണ്ണാക്ക് കച്ചവടക്കാരൊക്കെയാണ് അതിൻ്റെ മുതലാളിമാർ. അപ്പോൾ ഈ തേങ്ങാ പിണ്ണാക്കൊക്കെ മൊത്തത്തിൽ കച്ചവടം ചെയ്യത്തില്ലേ, അവരാണ് ഇതിൻ്റെ ഓണർമാർ. പലരും ചെന്നൈയിലൊക്കെ ഉള്ളവരാണ്. എനിക്ക് ചിലരെയൊക്കെ അറിയാം. പിന്നെ ഒന്ന് ഇവിടുത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊന്നും ഈ ശാസ്ത്രമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അപ്പോൾ അവർ മേൽക്കൈ നേടുന്നതിന് പകരം നമ്മൾ എത്ര പൈസ വാങ്ങിച്ചാലും ശരി അവരെ തോൽപ്പിക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ 3 പോയിന്റ് വെച്ചാൽ മതി: ജാതി, മതം, ജാതകം. ഇതിൽ പറ്റത്തില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നിട്ട് അവരെ ഇല്ലാതാക്കണം. മറ്റേ മാട്രിമോണിക്കാരെ, കൊള്ളക്കാരെ ഇല്ലാതാക്കണം. അതാണ് എനിക്ക് പറയാൻ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും, ചിലവർക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ മാട്രിമോണി സൈറ്റുകളിൽ ഇന്ത്യയിലുള്ള പ്രമുഖ, ഇപ്പോൾ നമ്മളൊരു 90% മാട്രിമോണികളും ഒരേ ടീമിൻ്റെ കയ്യിലാണ്. അത് പല ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. ഒരു matrimony.com എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം, അവരുടെ കീഴിലാണ് കേരള മാട്രിമോണി, ഭാരത് മാട്രിമോണി, നായർ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ഇഴവ മാട്രിമോണി, കേരള മാട്രിമോണി, കന്നഡ മാട്രിമോണി, തമിഴ് മാട്രിമോണി. എല്ലാ സംസ്ഥാനത്തിൻ്റെ പേരിൽ ഒരു മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ജാതിയുടെ പേരിൽ ഒരു മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ LGBTQIക്ക് വേണ്ടിയിട്ടും അവർ മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത്. അവർ തൊടാതിരുന്ന ഏക മേഖല സെക്കുലർ വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് തൊടാതിരുന്നത്. ഞാൻ ഇപ്പോൾ 1 മാസം മുമ്പ് നോക്കിയപ്പോൾ അവർ എന്താ പറയുക, എന്തൊരു നോൺ റിലീജിയസ് മാട്രിമോണി അങ്ങനെ എന്തൊരു സാധനം ഈ കേരള മാട്രിമോണി നടത്തുന്ന ആൾക്കാർ, അതേ ആളുകൾ ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു അധികം പ്രൊഫൈലുകളൊന്നും അതിലില്ല. ഒരു 10-14 പ്രൊഫൈലുള്ളൂ. പക്ഷെ അവരുടെ ചാർജസും വളരെ കൂടുതലാണ്. ഇപ്പോൾ സാധാരണ കേരള മാട്രിമോണിക്കാർ വാങ്ങുന്നത് 3 മാസത്തേക്ക് 4000 + GST 5000 സംതിങ് ആണ് വാങ്ങുന്നത്. അത് നോർമൽ എമൗണ്ട്. അതിൻ്റെ പുറമെ അവർ ഈ അസിസ്റ്റഡ് സർവീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ എമൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 മാസത്തേക്ക് 15000 രൂപ 20000 രൂപയ്ക്കാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ടുകൾ ഇവർ വാങ്ങുന്നുണ്ട്. അവർക്ക് പ്രൊഫൈലും ഇല്ല. അപ്പോൾ ആകെ 10-14 പ്രൊഫൈലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ഒരു ഫേക്ക് പ്രൊഫൈൽ പോലെ രജിസ്റ്റർ ചെയ്തു. അതിൽ എന്തെങ്കിലും പ്രൊഫൈൽ എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ആകെ ഒരു പ്രൊഫൈലാണെന്ന് കണ്ടത്. അപ്പോൾ എനിക്കിങ്ങനെ നിരന്തരം കോൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറഞ്ഞു, അല്ല സാർ, ഒരു 10-14 പ്രൊഫൈൽ അതിൽ എടുക്കുന്നുണ്ട്. അതായത് ഈ കേരള മാട്രിമോണി പോലെ ഇത്രയും പടർന്ന് പന്തലിച്ച ഒരു സെറ്റപ്പിൽ അവരൊരു സാധനം തുടങ്ങിയിട്ടും ആകെ ഒരു 10-14 പ്രൊഫൈലുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ മാട്രിമോണി ഫൈറ്റ് ചെയ്തിട്ട് ഇത്രയും നല്ല രീതിയിൽ, അതായത് ഡെയിലി ഒരു പോസ്റ്റ് വെച്ചിട്ട് ഇടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് വിവാഹങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ നിന്നൊന്നും അവർ എന്തെങ്കിലും തന്നാൽ നമ്മൾ വാങ്ങുന്നല്ലാതെ ഒരാളുടെ പോലും കമ്മീഷൻ വാങ്ങുന്നില്ല. ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള ചെറിയ ഫീസ് മാത്രമാണ് നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്ന് നിലവിൽ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു ബിസിനസ്സാക്കുന്ന ഒരു കാലഘട്ടത്തിലും ജാതി തിരിച്ചും മതം തിരിച്ചൊക്കെ ഇത് നടത്തുന്ന ഒരു കാലഘട്ടത്തിലും നമ്മളുടെ ഒരു കൂട്ടായ്മ എനിക്ക് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം തരുന്നുണ്ടത്.